ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ട്രൈ ചെയ്യാൻ പോണതേ, നിങ്ങൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സ്, അതുപോലെ ക്രഷ് ചെയ്തിട്ടുള്ള കാഷ്യൂസും കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ഇത് രണ്ടും കൂടി ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഏത് പാല് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ നോർമൽ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു മിൽക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾ ഡിന്നറായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഇതിനെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈവനിങ് നിങ്ങൾക്ക് ഡിന്നറായിട്ട് എടുക്കാം. അപ്പോൾ ഒരു 7 to 8 hours സോക്ക് ചെയ്തതിന് ശേഷം ഞാനിതിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഒരു മാംഗോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൾപ്പ് ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മാംഗോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട് ചെയ്ത മാംഗോനെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു 3 ലെയറായിട്ടാണ് ഇതിനെ അറേഞ്ച് ചെയ്ത്. നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഇതേ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 3 ലെയേഴ്സായിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ടൈമില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അതേപോലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പം സെയിം ഫുഡ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ വരില്ലേ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മടുപ്പൊക്കെ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ 2 ഡേറ്റ്സും കൂടി അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് സോക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഒരു മിൽക്കിലിട്ടിട്ട് സോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഇതിൽ ഷുഗറോ ഒന്നും ആഡ് ചെയ്യണില്ല. നമുക്ക് ഓൾറെഡി മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് നോക്കുന്നില്ലെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്